എല്ലാവർക്കും മെക്കാനിക്കൽ പവറിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാർ, അതായത് ആൾട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത് ഫ്രണ്ടേജ് സൗണ്ടുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെയാണ് പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടേജിൽ നിന്നും ഒരു ലൂസനായ സൗണ്ട് വരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടയറിലൊരു ഇടിക്കുന്ന സൗണ്ട് പോലെ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സൗണ്ടുകളാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഫ്രണ്ടേജിൽ നിന്നും ലൂസനായിട്ട് വരുന്ന സൗണ്ട് സ്റ്റിയറിങ്ങിൻ്റെ സൗണ്ടാണ്, അതായത് റാക്ക് ആൻഡ് പിനിയനിലെ സൗണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഹമ്പിലൂടെ ഡ്രൈവ് ചെയ്യുന്ന വരുന്ന സൗണ്ട് നമ്മൾ ഷോക്ക് മൗണ്ടിങ്ങിൻ്റെയാണ്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഡാമ്പർ പേഡും അതുപോലെ തന്നെ റാക്ക് ബുഷും ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൻ്റെ ബാലൻസ് റാഡിൻ്റെ ബുഷുകളെല്ലാം പോയി കിടക്കുന്നതും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബാലൻസ് റാഡിൻ്റെ ബുഷ് കിറ്റും ഇവിടെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതാണ് ബാലൻസ് റാഡിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ആയ ഭാഗം. സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഡാമ്പർ പേഡും അതുപോലെ തന്നെ റാക്ക് ബുഷും ഇതിൻ്റെ കൂടെ തന്നെ ഷോക്ക് മൗണ്ടിങ് കൂടി നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഷോക്ക് മൗണ്ടിങ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതൊരു അസംബ്ലി ആയിട്ടാണ് വരുന്നത്. അതായത് ഇതിൻ്റെ കൂടെ ഷോക്ക് മൗണ്ടിങ്ങിൻ്റെ ബെയറിങ്സ് കൂടി വരുന്നുണ്ട്. ഇത് ചേഞ്ച് ചെയ്യുന്നതോടുകൂടി സ്റ്റിയറിംഗ് വളരെ ഫ്രീ ആവുന്നു. ഇതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഡാമ്പർ പാഡും റാക്ക് ബുഷും ഇനി ഫിക്സ് ചെയ്യാം. ഇവിടെയാണ് റാക്ക് ബുഷ് വരുന്നത്. ഡാമ്പർ പാഡ് റാക്കിനെ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രീസിങ് കൂടി ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ചെയ്യാം. ഇതൊരു പവർ സ്റ്റിയറിംഗ് മോഡൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്റ്റിയറിംഗ് ഫ്രീ ആകാൻ വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യും. സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ച് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ബാലൻസ് ഉള്ളത്. ഇത്തരത്തിലുള്ള സ്റ്റിയറിംഗ് ബോക്സിനെ റാക്ക് ആൻഡ് പീനിയൻ എന്നാണ് പറയുക എന്നറിയാമല്ലോ. റൊട്ടേഷണൽ മോഷനെ ലീനിയർ മോഷൻ ആക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റിയറിംഗ് ബോക്സ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാലൻസ് റോഡിൻ്റെ ബുഷസ് എല്ലാം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ കംപ്ലീറ്റ് ആയി കിറ്റിൽ 6 ബുഷസാണ് വരുന്നത്. അത് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ബാലൻസ് റോഡിൻ്റെ ബുഷസ് പ്രോബ്ലം വരുന്നതോടുകൂടി അലൈൻമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ബുഷസ് ചേഞ്ച് ചെയ്യൽ അത്യാവശ്യമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോക്ക് മൗണ്ടിങ്ങിൻ്റെ കിറ്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. ഷോക്ക് അബ്സോർബർ അസംബ്ലി റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഷോക്ക് മൗണ്ടിങ് ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് ഷോക്ക് മൗണ്ടിങ് കിറ്റ്. ഇവിടെ ഇതിൻ്റെ ബെയറിംഗ് വർക്ക്സ് ചെയ്യുന്നത് ഈ കാണുന്ന പ്ലാസ്റ്റിക് വാഷറാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് ഇഫ് യു ഹാവ് ലൈക്ക് ദ വീഡിയോ പ്ലീസ് പ്രസ് ദ ലൈക്ക് ബട്ടൺ, ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു മിസ് ദ കമ്മിങ് വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.